അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ആംഗുലർ മൊമെൻറ്റ് ഓഫ് എ പാർട്ടിക്കിളിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കിയതാണ്. ആംഗുലർ മൊമെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ദാറ്റ് ഈസ് എൽ ഓഫ് എ പാർട്ടിക്കിൾ അബൌട്ട് ഏതെങ്കിലും ഒരു പോയിന്റ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ആർ ക്രോസ് എം വി വെക്ടർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പറയാൻ പറ്റും. എന്തിൻ്റെ സാധനമാണെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് എം വി ആർ സൈൻ തീറ്റ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഒന്ന് എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ആർ വെക്ടർ. ഓക്കെ, ആർ വെക്ടർ. പിന്നെ വെലോസിറ്റി വെക്ടർ ഇതാണ്. അപ്പോൾ വെലോസിറ്റി വെക്ടറിൻ്റെ എന്താണ് ലൈൻ, ദാറ്റ് മീൻസ് വെലോസിറ്റി ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക. വെലോസിറ്റി വെക്ടർ പോകുന്ന ആ ലൈൻ, ആ വെലോസിറ്റി ലൈനിലേക്ക് നമ്മുടെ ഏത് പോയിന്റിൽ നിന്നാണോ നമുക്ക് ആംഗുലർ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആംഗുലർ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഇസ് ഇക്വൽ ടു എം വി ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ ആർ പെർപെൻഡിക്കുലർ ഉദ്ദേശം എന്ന് വെച്ചാൽ വെലോസിറ്റി ലൈനിൽ നിന്ന് ആ ഒരു പോയിന്റ് ഏത് പോയിന്റിൽ നിന്നാണ് നമുക്ക് ആംഗുലർ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നും വെലോസിറ്റി ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ പെർപെൻഡിക്കുലർ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റും. എന്താണ്, വെലോസിറ്റീനെ നമുക്ക് ആറിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെക്ടർ ആർ ഉണ്ടാവുമല്ലോ, ആ ഒരു ആറ് വെലോസിറ്റി ലൈനും ആ ഒരു ആറും തമ്മിൽ ഇങ്ങനെ 90 ഡിഗ്രി രീതിയിൽ. ദാറ്റ് മീൻസ് ഇപ്പോൾ വെലോസിറ്റിനെ ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ കോമ്പനൻ്റ് എടുക്കും. എന്നിട്ട് ആ കോമ്പനൻ്റ് ഇൻറ്റു മാസ് ഇൻറ്റു ആറ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും എന്ത്, ആംഗുലർ മൊമെൻറ്റ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇത് ഈസ് ഈക്വൽ ടു എം വി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി വി പെർപെൻഡിക്കുലർ ടു ദി വെക്ടർ ആർ ഇൻറ്റു ആർ എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഫൈൻഡ് ആംഗുലർ മൊമെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ അബൌട്ട് എ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ. സോ അബൌട്ട് എ ആണ് അറ്റ് ടൈം ടി. അപ്പോൾ ടൈം ടി എന്ന സമയത്ത് എന്തായാലും വെലോസിറ്റി എന്തായിരിക്കും, വെലോസിറ്റി ബി സിക്വൾ യു പ്ലസ് എ ടി, സോ 0 പ്ലസ് ജി ടി. വെലോസിറ്റി എന്ന് പറയാൻ പറ്റും ജി ടി ആണ്. ഓക്കെ, സോ നമുക്ക് ഈ അബൌട്ട് ഈ പോയിൻ്റ് ആണ്, ഇങ്ങനെയല്ല, അബൌട്ട് ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, ഇതാണ് നമ്മുടെ ആർ വെക്ടർ. ഓക്കെ ശരി, അപ്പോൾ നമ്മുടെ വെലോസിറ്റി ലൈൻ എന്ന് താഴോട്ടേക്കാണ്. അപ്പോൾ വെലോസിറ്റി ലൈനും ആർ ഈ പറഞ്ഞ പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആറാണ്. സോ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും മാസ് ഇൻറ്റു വെലോസിറ്റി എത്രയായിരുന്നു, ജി ടി ഇൻറ്റു ആർ. സോ എം ജി ടി ആർ അതാണ് ഉത്തരം. ഇനി ഡയറക്ഷൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയോടെ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇത് എങ്ങോട്ടേക്കാണ് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് കെ ക്യാപ്പ് എന്ന് നമുക്ക് വേണ്ട റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലേ, മൈനസ് കെ ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്, ഫോർ ഫൈൻഡ് ദി ആംഗുലർ മൊമെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ അബൌട്ട് എ അറ്റ് എ ടൈം ടി. സെയിം ക്വസ്റ്റൻ തന്നെ വേറെ രീതിയിൽ വെക്ടോറിക്കൽ രീതിയിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആർ ക്രോസ് എഫ് ചെയ്യുന്ന, സോറി ആർ ക്രോസ് എഫ് അല്ല, ആർ ക്രോസ് എം വി വെക്ടോറിക്കൽ ഫോമിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് മെനക്കേടാണ്, ഇതിനെക്കാട് നല്ല മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്നത് തന്നെയാണ്. ഓക്കെ, ഒരു ക്വസ്റ്റൻ ആണ്, പാർട്ടിക്കൽ ഈസ് മൂവിങ് ഓൺ ദി ലൈൻ വൈ ഇസിക്വൽ ടു വൈ ആണ്. ഓക്കെ, വൈ ഇസിക്വൽ ടു വൈ എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്, പാരലൽ ടു എക്സ് ആക്സിസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് അയാളുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ക്യാപ്പ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ആംഗുലർ മൊമെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ അബൌട്ട് ഒ, അതാണ് ചോദ്യം. ആംഗുലർ മൊമെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ അബൌട്ട് ഒ ആണ് ചോദ്യം. അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആംഗുലർ മൊമെൻറ്റ് എങ്ങനെ, മാഗ്നിറ്റ്യൂഡ് എങ്ങനെ പറഞ്ഞേ, മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ നേരത്തെ. അപ്പോൾ ആർ പെർപെൻഡിക്കുലർ തൽക്കാലം മാഗ്നിറ്റ്യൂഡ് കാര്യം നോക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് ഡയറക്ഷൻ കാര്യം ചിന്തിച്ച് നോക്കാം. ഓക്കെ, ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇയാൾ ചിലപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. പക്ഷേ വെലോസിറ്റി ലൈനിൽ നിന്ന് നമ്മുടെ ഈ പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഇത് തന്നെയല്ലേ ഡിസ്റ്റൻസ്, ശരിയാണ്. അതെന്ന് പറഞ്ഞാൽ ഡി തന്നെയാണ്, അതൊരിക്കലും മാറുക ഇല്ല. ഈ ഡിസ്റ്റൻസ് എപ്പോഴും ഇത് തന്നെയാണ്, ഈ ഡിസ്റ്റൻസ് ഇത് തന്നെയാണ്, ഈ ഡിസ്റ്റൻസ് ഇത് തന്നെയാണ്, ഈ ഡിസ്റ്റൻസ് ഇത് തന്നെയാണ്, അത് മാറുന്നില്ല. അത് മാറുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എം വി ആർ പെർപെൻഡിക്കുലർ ഒരിക്കലും മാറുന്നില്ല, വെലോസിറ്റി മാറുന്നില്ല, മാസ് മാറുന്നില്ല. സോ എം വി ഇൻറ്റു ആറിൻ്റെ പകരം ഡീൻ്റെ വാല്യൂ 5 ആണ്. സോ എം വി 5 എന്ന് പറയാൻ പറ്റും. വെലോസിറ്റി 10 ആണെന്ന് തോന്നുന്നു അല്ലേ, വെലോസിറ്റി എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഉത്തരം കിട്ടി. ഇത് കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഡയറക്ഷൻ്റെ കഥ ചിന്തിച്ച് നോക്ക്, ഡയറക്ഷൻ എപ്പോഴെങ്കിലും മാറുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റേഡിയസ് വെക്ടർ മാറുന്നില്ലേ ഇങ്ങോട്ട്, പക്ഷേ റേഡിയസ് വെക്ടർ മാറുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ടോട്ടൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാൾ ഇങ്ങനെ ഇവിടെയുള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ, തൽക്കാലം ഈ പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു ആ സമയത്ത്. ഓക്കെ, ഓ ഇതിങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ മൂവ് ചെയ്യാൻ പറ്റില്ല.
മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങനെ പോകുന്നത്, ബോഡി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്ക്, നമ്മൾ ആ ഒരു ടോട്ടലായിട്ടുള്ള ആ ഒരു റൊട്ടേഷൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ റേഡിയസ് വെക്ടറിൻ്റെ ആ ഒരു റൊട്ടേഷൻ്റെ ആ ഒരു എല്ലാം കൂടിയുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്ലോക്ക് വൈസ് സെൻസ് തന്നെയല്ലേ. ഓഫ് കോഴ്സ് ക്ലോക്ക് വൈസ് സെൻസ് തന്നെയാണ്, അതൊരിക്കലും മാറുന്നില്ല. അല്ലാണ്ട് പെട്ടെന്ന് ഏതൊരു നിമിഷത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആവുന്നില്ല. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ആംഗുലർ മൊമെൻറ്റം ഡയറക്ഷൻ വൈസ് ആയാലും മാഗ്നിറ്റ്യൂഡ് വൈസ് ആയാലും കോൺസ്റ്റൻ്റ് ആണ്. സോ ഓപ്ഷൻ 4 തന്നെയാണ് ഉത്തരം. ഓക്കെ, അടുത്തെന്താണ് ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ഒ ആണ് ചോദ്യം. ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ഒ ഏത് ഈ പാർട്ടികൾ എമ്മിൻ്റെ മുകളിൽ. സോ ഒന്നാമത്തെ കാര്യം മാസ് അല്ല വെലോസിറ്റിയുടെ ആ ഒരു ലൈനും ഈ പറഞ്ഞ ഓ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് എൽ. സോ ഡയറക്റ്റ് ആണ് M1V_L. ഇത്രയായി മാഗ്നിറ്റ്യൂഡ് വൈസ് കേട്ടോ. ഇനി ഡയറക്ഷൻ വൈസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇയാൾ ഇവിടുന്ന് ഇയാൾ ഇങ്ങനെ നോക്കുന്നു, കുറച്ച് കഴിഞ്ഞ് ഇയാൾ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഇയാളുടെ ഒരു റൊട്ടേഷൻ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ അയാൾ നോക്കാൻ എല്ലാം കൂടിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ. സോ ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും പ്ലസ് കെ ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണെങ്കിലോ അബൌട്ട് ഒ ആണ്. ഓക്കെ, സോ നമ്മൾ MV. ഓക്കെ, പിന്നെ ഈ വെലോസിറ്റി ലൈനും ഈ പോയിന്റ് തമ്മിൽ പെർപെൻഡിക്കുലർ ദാറ്റ് ഇസ് R. സോ MVR. ഇത്രയും ഇതാണ്. ഇനി ആംഗുലർ മൊമെൻറ്റം ഫോർ പാർട്ടിക്കിൾ ആണ് ഇത്ര നേരം പറഞ്ഞത്. R ക്രോസ് MV അല്ലെങ്കിൽ എന്താ MVR പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ MV പെർപെൻഡിക്കുലർ ഇൻറ്റു R, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഒരു ബോഡി ആണെങ്കിൽ എന്താണ് നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനർച്ചി എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവും. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഒരു ബോഡി ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർച്ചി എന്താണ്? ഒരു ബോഡിക്ക് മൊമെൻറ്റ് ഓഫ് ഇനർച്ചി എന്നാണ് ഡയറക്റ്റ് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർച്ചി അല്ല ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയി. ആംഗുലർ മൊമെൻറ്റ്. ഒരു ബോഡിയുടെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാൻ, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ മാസിൻ്റെ പകരം എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർച്ചി ആയിരിക്കും ഇൻറ്റു വെലോസിറ്റിയുടെ പകരം ഒമേഗ. സോ ഫോർ എ ബോഡി ദിസ് ഈസ് ആംഗുലർ മൊമെൻറ്റം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടുന്ന് നമ്മളെന്താ ഈ ഒരു ഇതാണ് ബോഡി. ഓക്കെ, ഈ ബോഡീൻ്റെ ആംഗുലർ മൊമെൻറ്റം കണ്ടെത്തണം. ഓക്കെ, ഈ ബോഡി ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ശരി, ഈ ബോഡിയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് ഒബ്വിയസ്ലി. അത് ആ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ആംഗുലർ മൊമെൻറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ടോട്ടൽ ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റം കിട്ടും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇമാജിൻ ചെയ്യാം, ഞാൻ എന്താണ് ഇമാജിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ രീതിയിലാണ് അതിൻ്റെ ഒമേഗ ഉള്ളത്. ഓക്കെ, ഞാൻ തൽക്കാലം എന്ത് ചെയ്യണം, നമ്മുടെ പാർട്ടിക്കളുടെ മൊമെൻറ്റ് എന്താ ആംഗുലർ മൊമെൻറ്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് R ക്രോസ് MV. അത് വെച്ചിട്ട് തന്നെ ഞാൻ ടോട്ടൽ ഈ ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റും കൂടി കണ്ടെത്താൻ വേണ്ടി. സോ എക്സ് ഡിസ്റ്റൻസ് ഞാനൊരു DX തിക്നെസ് ഉള്ള ഒരു ചെറിയൊരു സ്ട്രൈപ്പ് എടുത്തു. ഈ ഒരു സ്ട്രൈപ്പ് എടുത്തു, അതിന് DX തിക്നെസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രൈപ്പ് DX തിക്നെസ് അതിൻ്റെ മാസ് തൽക്കാലം വരെ നമുക്ക് DM എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അയാൾ എങ്ങനെയാണ് പോകുന്നത്, അയാളുടെ വെലോസിറ്റി എന്നാൽ ഡെഫിനറ്റ്ലി താഴോട്ടേക്കായിരിക്കും. കാരണം ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഒമേഗയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. താഴോട്ടേക്കാണ് അയാളുടെ വെലോസിറ്റി. ആൻഡ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഒമേഗ എന്ന് പറയാൻ പറ്റും. കാരണം എക്സ് ഡിസ്റ്റൻസിലായതുകൊണ്ട് R ഒമേഗയുടെ പകരം എക്സ് ഒമേഗ. കറക്റ്റ്. ഇനി ഞാൻ പറയും എന്താണ് ആംഗുലർ മൊമെൻറ്റ്, ചെറിയ ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും M മാസ് അയാളുടെ DM ഇൻറ്റു വെലോസിറ്റി ദാറ്റ് ഈസ് എക്സ് ഒമേഗ MVR. R എന്ന് പറഞ്ഞാൽ വീണ്ടും എക്സ് തന്നെ. ഓക്കെ, ശരി. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്ക് പറയാൻ പറ്റും x² ഒമേഗ DM എന്ന് പറയാൻ പറ്റും. ഓക്കെ, DMൻ്റെ വാല്യൂ എങ്ങനെ പറയാം, DM ഇസ് ഈക്വൽ ടു ലാംഡ DX അല്ലേ. കറക്റ്റാണ്. സോ DMൻ്റെ വരെ ഞാൻ ലാംഡ DX കൊടുക്കും. ദാറ്റ് ഈസ് ഒമേഗ ലാംഡ x² DX എന്ന് വരും. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഈ DLനെ കംപ്ലീറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എവിടെ നിന്ന് എവിടം വരെ, 0 മുതൽ L വരെ. എനിക്ക് ഈ ഒരു പാർട്ടിക്കളിൽ മാത്രം ആംഗുലർ മൊമെൻറ്റ് അല്ല വേണ്ടത്, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വേണം അല്ലേ. നിങ്ങൾക്ക് ഡൗട്ടുണ്ട് ഈ വെലോസിറ്റി എന്തുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. കാരണം വെച്ചാൽ ഈ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ O എന്ന് പറഞ്ഞ പാർട്ടിക്കളിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി തന്നെയാണത്. സോ V പെർപെൻഡിക്കുലർ ഇൻറ്റു MV പെർപെൻഡിക്കുലർ നമ്മൾ പറയില്ല, അതുപോലെ തന്നെ ഈ സംഭവം 0 മുതൽ L വരെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഒമേഗ ലാംഡൻ്റെ വാല്യൂ ദാറ്റ് ഈസ് മാസ് ബൈ ലെങ്ത്. സോ മാസ് ടോട്ടൽ മാസ് ബൈ ലെങ്ത് ഇൻറ്റു L⁴ ഡിവൈഡ് ബൈ 4 L³ 3. ഇത് കട്ടായി. ദാറ്റ് ഈസ് എല്ലാം കൂടിയിട്ട് ഒമേഗ ഇൻറ്റു ML² 3 ആണ്. ആൻഡ് വി നോ ദാറ്റ് ഇതുപോലത്തെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർച്ചി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് I = ML² 3. നമ്മൾ ഓൾറെഡി നേരത്തെ മൊമെൻറ്റ് ഓഫ് ഇനർച്ചിൻ്റെ കൺസെപ്റ്റിൽ പഠിച്ചതാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഇത് I. സോ I ഇൻറ്റു ഒമേഗയാണ് ആക്ച്വലി എന്ത് ആംഗുലർ മൊമെൻറ്റം എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആംഗുലർ മൊമെൻറ്റത്തിന് തൽക്കാലം മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് പ്രൂവ്ഡ് അല്ലേ. നമ്മൾ എന്താണ് പാർട്ടിക്കളുടെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ R ക്രോസ് MV. ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റം കണ്ടെത്തിയത്. അപ്പോൾ അതിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ I ഒമേഗ എന്ന രീതിയിൽ വരുന്നുണ്ട് എന്ന കാര്യം മനസ്സിലായി. ഓക്കെ,
അങ്ങനെയാകുമ്പോൾ ഓരോസിൻ്റെയും നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അറിയാം, ഒമേഗോട് മൾട്ടിപ്ലൈ ചെയ്യാം, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അറിയാം, ഒമേഗോട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇയാളുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അടുത്ത് അറിയാം, ഒമേഗോട് മൾട്ടിപ്ലൈ ഡയറക്റ്റ് ഇത് കിട്ടും, ആംഗുലർ മൊമെൻറ്റ് ഓഫ് ബോഡി കിട്ടും. പാർട്ടിക്കിൾ ആണെങ്കിൽ ആർ ക്രോസ് എം ബി ആണ്, പക്ഷേ ഇതിനാണെങ്കിൽ എന്താണ് ബോഡിക്കാണെങ്കിൽ ഐ ഒമേഗ, അത്രേ ഉള്ളൂ.